കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കിടക്കാൻ പോലും ഒരു കട്ടിലില്ല. അപ്പൊ ഇതൊക്കെ പരിഹരിച്ച ശേഷം മതിയോ? അല്ല നോക്കൂ, നിങ്ങൾ ഒരു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് ഇതെന്ത് മറിമായും 413 ബസ്സുകൾ തിരുവനന്തപുരത്തോടുമ്പോൾ 143 ബസ് മലപ്പുറം. അത് എല്ലാ കാലത്തും ഉണ്ട്. കുറച്ച് 10 കൊല്ലമായിട്ട് അങ്ങനെയാണ്. പറഞ്ഞിട്ടില്ല. KSRTC വരാത്തത് കൊണ്ട് മലപ്പുറത്ത് പ്രശ്നം ഉണ്ടായിരുന്നോ? അവിടെ സ്വകാര്യ ബസ് അവിടെ സർവീസ് നടത്തിയിരുന്നില്ലേ? KSRTC അതേ ഫയറിൽ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. സാർ, UDF സർക്കാരിന്റെ പ്രയോറിറ്റികൾ പ്രഖ്യാപിച്ചിട്ട് അതിന് വോട്ട് വാങ്ങിയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അല്ലല്ല, ഇതല്ല പ്രയോറിറ്റി എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നീ തന്നെ ഇരുന്ന് തിന്നണ പട്ടി. തോറ്റ പാർട്ടി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി. ഞാനൊരു കാര്യം 4 തവണ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു സാർ, അത് വിട്ടേക്കോ. കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. ഇല്ല, വേണ്ട. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകും. ഞാനല്ലോ ഇടപെട്ടത്. അത് ഒരു ജനാധിപത്യ മര്യാദ വേണ്ട ഒരു ചർച്ചയിൽ. അത് പറഞ്ഞോളൂ. അല്ല, എത്ര തവണ ഒരു കാര്യം പറയാൻ ശ്രമിച്ചു? എത്ര തവണ? അതാണ് ഞാൻ പറഞ്ഞത്. നിർത്തി അവമാനിക്കുവാണെന്ന്. ഇത് വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടാണ് അവർ അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിന്റെ പ്രയോറിറ്റി ഇന്നതായിരിക്കണം. അവർ പറഞ്ഞ പ്രയോറിറ്റിക്ക് കിട്ടിയ വോട്ടിലാണ് അവർ അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിൽ അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാം. അങ്ങനെയല്ല, അല്ലെങ്കിൽ വേണ്ട. പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് ആ പ്രയോറിറ്റിയിൽ വരുത്തുന്ന വീഴ്ചകൾ പറയാതിരിക്കാനല്ല. ഇതിൽ വീഴ്ചയല്ലല്ലോ, അതല്ല പ്രയോറിറ്റി എന്നല്ലേ പറഞ്ഞത്. അതല്ല പ്രയോറിറ്റി എന്നാ പറഞ്ഞത്. ഞാനെന്താ പറഞ്ഞത്? അതല്ല പ്രയോറിറ്റി. ആ പ്രയോറിറ്റി നടപ്പിലാക്കുമ്പോ പഠിച്ചിരുന്നോ? അല്ല, അതല്ല പ്രയോറിറ്റി എന്നാ പറഞ്ഞത്. നീ ഒന്നും പണയണ്ട. ആ കാര്യം അങ്ങ് ഉന്നയിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല, ഡോക്ടർ അരുൺകുമാർ. അല്ല, അത് അങ്ങ് ഉന്നയിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല. എന്റെ വിയോജിപ്പ് എവിടെയായിരുന്നു? അതല്ല പ്രയോറിറ്റി എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതല്ല പ്രയോറിറ്റി എന്ന് അങ്ങ് പറഞ്ഞെടുത്താണ് ഞാൻ പറഞ്ഞത്. ഇന്നതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. കണ്ണിലുണ്ണിയാണ് തള്ള കൊളാക്കും. കണ്ണിലുണ്ണിയല്ല, കണ്ണിലുണ്ടമ്പുരി. സർ, ഞാൻ ചോദിക്കട്ടെ, അവർ പഠനം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയട്ടെ, ഇതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്നല്ലേ അവർ പറഞ്ഞത്. ആ പ്രയോറിറ്റി അത് അവരല്ലേ പറഞ്ഞത്. ആ പ്രയോറിറ്റി നടപ്പിലാക്കാൻ അതല്ല പ്രയോറിറ്റി എന്നാ. അത് വേണമെങ്കിൽ പിന്നിൽ അദ്ദേഹം വേണമെങ്കിൽ മഹാഭാവം